ഡാ, സീറ്റിന് വേണ്ടി നീ അലക്സിന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമില്ലടാ? എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറിത്തരാൻ? അത് നീ ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് ആ കൊരങ്ങന്റെ കാല് പിടിക്കേണ്ട വന്നത്. നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ? എന്ത് കാരണം? എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണെന്ന്. അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛൻ്റെ മക്കളല്ലേ? പിന്നെ എന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കൽ? എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് ഇതെന്ന്. നിനക്ക് എന്തറിയാടാ? അലക്സ് ചെയ്തതേ നീ മറന്നു കാണും. എനിക്കതിന് പറ്റത്തില്ല. അമ്മയെ കണ്ട ഓർമ്മ നിന്നേക്കാ കൂടുതലേ എനിക്കാ. അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. അപ്പോ UDP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ്. വാർഡ് 4 MK ഗുണപാൽ, വാർഡ് 5 KP സുനന്ദ, 7 PK കുഞ്ഞപ്പൻ, 9 സുകുമാരൻ നായർ, 11 റഷീദ, 14 PP ടോണിക്കുട്ടൻ. എന്താണ് 6 സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണോ? ഒരു തർക്കവുമില്ല. ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. ഈ ലിസ്റ്റിൽ KP ഇല്ലല്ലോ. ശരിക്കും ഗ്രൂപ്പ് ഇതിനാണ് യഥാർത്ഥ പ്രശ്നം. സോറി, നോ കമന്റ്സ്. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. CM പുഷ്കറിന്റെ സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത്. പുഷ്കറിന് അടുത്ത ലിസ്റ്റിലുണ്ടാവുമോ? അലക്സിന്റെ ഗ്രൂപ്പുകാരനായ പുഷ്കറിനെ തന്നെ അയാൾ വെട്ടിയോ? ഇതെന്താ അടവ്? അത് അലക്സിന്റെ അടവല്ല, എൻ്റെ ഒരടവാ. അമ്മയെ ബോംബെറിഞ്ഞ കൈയല്ലേ, അതിന് ഈ പഞ്ചായത്തിൽ വേണ്ട. ഈ പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം തല്ലോടെന്ന് അറിയോ? ഞാൻ എന്തൊരു പോസ്റ്റർ എവിടെ ഒട്ടിച്ചെന്നറിയോ? ദേ മണം നോക്കി, മൈദന മണം നോക്കി. താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? എന്ത് സാറേ, ഇത് ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളതാണോ? എവിടെ? ചക്കരക്കുടത്തിന്റെ അമരത്ത് KP ഞങ്ങൾക്ക് വേണം. KPക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തകർ 50 പേര് ആത്മഹത്യയും. കേരള KPയുടെ പരപ്പുറത്ത് ആത്മഹത്യയും. കേരളം നിന്ന് കത്തും. ഇങ്ങനൊന്നും ആരും KPനെ കരയിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനൊന്നും KP തളർന്നു വിചാരിക്കണ്ട. തളരൂല. അതെ, വർക്കിച്ചായം വിചാരിച്ച KP രക്ഷപ്പെടുത്താൻ പറ്റും. അല്ല, ഒന്നുമല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി നടത്തിയേ. അത് വേണ്ട. ഒന്നുകൂടെ ആലോചിക്കാമല്ലോ. അത് വേണ്ട. ആലോചിക്കാൻ. അയ്യോ, ഇവിടെ ഒക്കെ പുല്ലോ ക്ലീൻ ചെയ്ത് നമ്മൾ തൊഴിലൊഴിപ്പുകാരെ വിളിച്ചിട്ട് സത്യോട്ടും ചേച്ചി പൈസ ചോദിക്കാൻ വന്നല്ലേ ചേച്ചി? ചോദിച്ചോക്ക് ചേച്ചി, സത്യോട് ചോദിച്ചോക്ക്. ഇവരൊക്കെ കണ്ട ഞാൻ പൈസ ചോദിച്ചോ വല്ലോ തരുമെന്ന് ചോദിച്ചോ? കണ്ട ശശിയെ കണ്ടോ? ശശി ആയില്ല. അയ്യോ, ഇതിന് മേള. അതെ ചേച്ചി, ശശി. ശശിയേട്ടാ ഒന്ന് വന്നേ. ശശി ഇയാളിതിന്റെ മേലെ ഉണ്ടായിരുന്നോ? ആകെ 3 എങ്ങിട്ടുള്ള ഇന്ന് ഒറ്റം കൊണ്ടുപോകണല്ലേ? ഇങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ടാക്കും. കഴിഞ്ഞ ആഴ്ചയല്ല അവിടെ തേങ്ങിട്ടത്. നോക്കട്ടെ. എനിക്കും നവോത്ഥാനോ ഫാസിസോ പൊളിറ്റിക്കൽ സിദ്ധാന്തോ ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് ഈ പ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് വേണം. സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല. പക്ഷേ പാർലമെന്റ് വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല. ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മോലാളിമാർക്ക് സീറ്റുണ്ട്, പാം പ്രവർത്തകനില്ല. നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അറിയാത്ത കേസുകൾ ഞാൻ പ്രതിയായിട്ടുണ്ട്. സഖാവേ, ശശി സഖാവ് പറയുന്നതിലും കാര്യമുണ്ട്. അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. പാർട്ടിയെ നിഷേധിക്കുന്നവരുടെ സ്ഥാനം അകത്തല്ല, വേലിക്ക് പുറത്താ. കൊതവെട്ടാൻ ബാക്കിയുള്ളവരും തെങ്ങുക മോലാളിമാരും. പിന്നെ കുഞ്ഞമ്പ സഖാവിന്റെ ഈ താടി ഒരു ഫാസിസ്റ്റ് വളർച്ചയാണ് വളരുന്നത്. അതിൽ നമുക്ക് സമൂലമായി വെട്ടുന്നതിന് ആവശ്യമല്ലേ അല്ലേ? സീറ്റ് എന്തോ പതിവില്ലാത്തവരൊക്കെ വന്നു തുടങ്ങിയല്ലോ അമ്പലത്തില്. അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കുടിക്കോ? ഇത്രയും വിശ്വാസിയായ KPക്ക് പറ്റിയത് ഞങ്ങളുടെ പാർട്ടി തന്നെ. മടിക്കണ്ട, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ദേശസ്നേഹികൾ BRPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല. ഞങ്ങൾ KPയെ രാജ്യസഭ വഴി മന്ത്രിസഭയിലെത്തിക്കും. ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ. ഞാൻ വിളിക്കാം. മിസ് കോൾ അടിച്ചാൽ മതി. അങ്ങനെയായിക്കോട്ടെ. ചൂണ്ടിടാൻ പോവുകയാണോ? എന്തെങ്കിലും ആയിക്കോട്ടെ.
അവനിത് എന്തു ഭാവിച്ചോണ്ടാ BRP ചേരാൻ പോകുന്നത്? എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല. KP സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നാളല്ലോ അല്ലെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാലും പാർട്ടി മാറും. ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമരം പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു, കരുണ കാണിക്കുന്നു എന്നല്ലേ? ആ സംസ്കാരത്തിനോട് കൂറില്ലാത്തവന്മാർ അർജന്റീനയും ബൊളീവിയയും ചൈനയും ജയിച്ചപ്പോൾ മുക്കിന് ഫ്ലെക്സ് വെച്ചു. ചുവപ്പ് നിറമാണ് സുഹൃത്തുക്കളെ, ചുവപ്പ് നിറം. ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് ആസാനീസേ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പറയാനുള്ളത് അല്ല, എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ ഈ കൊടിക്ക് കീഴിൽ അണിനിരക്കുവാൻ 100,000 പ്രവർത്തകരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ അവർ കൂട്ടമായി വന്ന് ആവശ്യപ്പെട്ടാൽ അതിൽ നിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അതിൽ നിന്നും തയ്യാറാക്കിയ ഒരു നീണ്ട ലിസ്റ്റ് എന്റെ കൈവശം. യുവാക്കളുടെ രോമാഞ്ചം സഖാവ് ബാബുരാജിന് അത് ഞാൻ കൈമാറുകയാണ്. അതിന്റെ 35 പൈസ GST ലഭിക്കുന്നത് കേന്ദ്രത്തിനാണ്. അത് ഇവർക്ക് സഹിക്കില്ല. കേരളം എന്ന മൂലക്കടയിൽ പെട്ട് ഒതുങ്ങിപ്പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ. പ്രിയ സഖാക്കളെ, ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു UDPയിൽ നിന്ന് LDPയിലേക്ക് വരുന്ന പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ. സഖാവ് പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി. അടുത്തതായി LDPയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു UDP അംഗമായിരുന്ന PP കുഞ്ഞുമോൻ, ഇപ്പോൾ സഖാവ് PP കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ വരൂ. പോകുന്നതിന് മുമ്പ് ഏക് ബാർ ചിന്തൻ കർക്കെ ദേഖോ. സുനോ, ഏറിപ്പോയാൽ ഒരു അണ്ടി ഫാക്ടറി, അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ ഇങ്ങോട്ട് വരുന്ന ദേശസ്നേഹികളെ, നിങ്ങൾക്ക് MP സ്ഥാൻ മുതൽ എത്രയെത്ര അവസരങ്ങൾ ഹേ. ആവോ കുഞ്ഞുമോൻ ആവോ. കുഞ്ഞുമോൻ വരൂ, കടന്നു വരൂ. അടുത്തതായി UDP അംഗങ്ങളായിരുന്ന സർവോപരി എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ KP സുരേഷിനെയും രാധനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഖദർമുക്ത ഭാരതത്തിനായി KP സുരേഷിനെയും രാധനെയും LDPയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ദേശസ്നേഹികളെ, ചേട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോണ? വെയിലുകൊണ്ട് മതിയായി, കുറെ നേരം ആയില്ല. സസ്പെൻസ് കളയാതൊന്ന് പറയോ? എന്റെ സുരേഷ് നടങ്ങ്. നമ്മൾ പാട്ട് ഗ്രാമത്തിലേക്ക് ഒരു സ്റ്റഡി ടൂർ പോവല്ലേ? അതിന് ഈ ഗാലാൻഡി പോയ പോരെ? ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനത്തിന് മുമ്പ് അവിടെ തന്നെയായിരുന്നു. എന്ത് രസോ ബാബുരാജേ, ഇവര് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. തെറിച്ചു പോയാനിപ്പോ. ഹെൽമെറ്റ് എടുത്താ മതിയായിരുന്നു. എന്ത് പൊടിയാ. ഇറങ്ങാം. ഞങ്ങളുടെ കൊച്ചിന്റെ കളിപ്പാട്ടം ഇതാണോ പാർട്ടി ഗ്രാമം? അല്ല, ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. സംശയം അത് നല്ലതാ, അതൊരു നല്ല പാർട്ടി പ്രവർത്തന ലക്ഷണമാണ്. പക്ഷെ ചോദിക്കുമ്പോൾ സമയവും കാലവും ആളും തരവും നോക്കണം. പിന്നെ പാർട്ടി ഗ്രാമത്തിലേക്ക് കുറച്ചുകൂടെ അവിടോട്ട് ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല. ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങിയാൽ അണികൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ബൂർഷ്വാ ലൈനാണോ എന്ന്. അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല. അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ അന്ന് കട്ടയം പുടവാണ്. അത് ശരിയാ, ബംഗാളിലും ത്രിപുരയിലൊക്കെ അവര് ചിന്തിച്ചതിന്റെ കണ്ടത്. ഇപ്പോഴും ഒരു വലതുപക്ഷ കൈവശം അകത്ത് കിടപ്പുണ്ട് അല്ലേ? പേടിക്കണ്ട, അതെല്ലാം കക്കി വെളിയിലെടുക്കുന്ന മന്ത്രവാദിക്കോട്ടാ പോകുന്നത്. അല്ല, വണ്ടി വന്നല്ലേ, നവാഗതർ വരൂ. തിരിച്ചോളൂ. വണ്ടി കൊണ്ട് തണത്തിടണം. കാശ് മുടക്കം എനിക്കാ, വിളിച്ചോളാം. അപ്പൊ വന്നാ മതി കിട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ ഇത്രയും വലിയ വീടാ. ഇയാളെ നാക്കിനൊരു റെസ്റ്റില്ലല്ലോ. എപ്പോ തുടങ്ങിയതാണ് ബഹളം? കണ്ട തുറന്നു കിടക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റിയാ. എത്തിയോ
ഇങ്ങോട്ട് കേറി വന്നിട്ടേ വാ, കേറ് വാ. വലത് കാലം വെച്ച് ചെരുപ്പ് തോന്നും കയറി വാ. അതെ അയാൾക്ക് പറഞ്ഞു മാറിപ്പോയതാ. നമ്മളിപ്പോ ലെഫ്റ്റാ, ഇടത് കാലിൽ ചേറ്. ഇടത് വലത് കാലിന്റെ ഇപ്പുറത്ത് രണ്ട് കാലിലുള്ളൂ. അതെ ദൈവമേ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സർ ലാൽ സലാം. സുരേഷേ, ഇവരെയൊക്കെ അറിയാമോ? ഈ ആദ്യം ഇരിക്കുന്നത് സഖാവ് പി കൃഷ്ണപിള്ള, രണ്ടാമത് പാട്യം ഗോപാലൻ, മൂന്നാമത് ചടയം ഗോവിന്ദൻ. അപ്പൊ നമ്മുടെ പാർട്ടിയിൽ ജി ഇല്ലാലേ? ഉണ്ടല്ലോ, ഒരേ ഒരു ജി ഉള്ളൂ, എക്കെ ജി. ഞങ്ങളുടെ പഴയ പാർട്ടിയിൽ എല്ലാം ജിയാ. ചാണ്ടിജി, രമേശ് ജി, ഞാൻജി, മോൻജി. സഖാവേ, ഇതാണ് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, നമ്മുടെ പാർട്ടിയുടെ ട്രെയിനിയാണ്. ഇനിയുള്ള 2 ആഴ്ച ഇൻസെന്റീവ് അല്ല, കഠിനമായ കോച്ചിങ് ആയിരിക്കും. അല്ലേ? അപ്പോ രാവുകാരൻ കഴിച്ചതിക്ക് ഈ 2 പേരെയും അങ്ങയുടെ കരാള ഹസ്തങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രാഹുകാലം കരാളഹസ്തം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അല്ല ശരി, മാസ്റ്റർ പാഠം അല്ല പഠിപ്പിച്ചു, ഞങ്ങൾ അറിയട്ടെ. എന്താ? ലാൽ സലാം. ലാൽ സലാം. ചുമ്മാ പഠിച്ചു. അല്ല ഞാനില്ല. ഞങ്ങള് നിങ്ങളിരിക്കും. ഞാൻ